Hello, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning, ma'am. Okay. എടുത്ത ഭാഗമൊക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? കുറച്ച് കാര്യങ്ങൾ മാത്രമേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുള്ളൂ അല്ലേ? ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ HRM അല്ലെങ്കിൽ സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്ന ഈ 5th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻ കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് എംപ്ലോയീസ് അല്ലെ, ഒരുപാട് വർക്ക് ഫോഴ്സ്. ദാറ്റ് മീൻസ് അവർക്ക് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ലാർജ് ആണ്. മറ്റ് ഓർഗനൈസേഷൻസിനെ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ആളുകൾ എംപ്ലോയീസ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്താ പറയാ നമ്മുടെ ഹോസ്പിറ്റൽസ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ അവരെ അതിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സുകളെ നമുക്ക് പ്ലാൻ ചെയ്യണം, റിക്രൂട്ട്മെന്റ് നടത്തണം, ഓൾ ദീസ് തിങ്സ് ആർ ഇൻക്ലൂഡഡ്. ഇതിനകത്ത് ഇതെല്ലാമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. ആകെ 1-2 പേജ് നമ്മൾ എടുത്തുള്ളൂ. അതിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ജനറൽ അഡ്മിനിസ്ട്രേറ്റർ, അതായത് നമ്മൾ ഈ കോഴ്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ ഒരു പവർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ ആസ് എ ഹോൾ വി ഹാവ് ടു മാനേജ് അല്ലെ. നമ്മൾ അത് മൊത്തത്തിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ടതാണ്. ആ ഒരു മാനേജ്മെന്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ in order to complete, that means in order to get a full-fledged control over the hospital, ആ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ മറ്റേത് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ എന്താ പറയാ ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ, നമ്മൾ അതിനെ നമ്മൾ കരുതിയില്ല എങ്കിൽ, പരിഗണിച്ചില്ല എങ്കിൽ the administration becomes ഹാൻഡിക്യാപ്ഡ് എന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമാകുന്നില്ല, അപൂർണമാകുന്നു, വൈകല്യമുള്ളതായി മാറുന്നു എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ, which is what is that manual എന്ന് പറയുന്നത്? It's a base document which includes all the rules and regulations related to human resource activities. ഒരു ഓർഗനൈസേഷനിൽ, അത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻ, ഹോസ്പിറ്റലിൽ മാത്രമല്ല ഏത് തരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങളിലും അവിടെയുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ ഒരു ബേസ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ആ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒരു ഡിക്ഷണറി, ഒരു ഗൈഡ് ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. അത് അതിനകത്ത് and also we have seen that what are the contents of human resource manual. ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുക എന്നും നമ്മൾ കണ്ടു അല്ലെ. അതൊക്കെ വായിച്ചു നോക്കിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വായിച്ചല്ലോ? വായിച്ചപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവലിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു 34 കാര്യങ്ങൾ. ഇൻഡെക്സ്, അതിന്റെ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇൻഡെക്സ് മീൻസ് എന്താ? ഒരു ഫ്രണ്ട് പേജിൽ എന്തൊക്കെയുണ്ട് ആ ഒരു, ഇപ്പൊ നമ്മൾ ബുക്ക്, ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കാൻ വി ക്യാൻ സീ ആൻ ഇൻഡെക്സ്. ഒരു ഇൻഡെക്സ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം. അതെന്താ ഇതിനകത്ത്? അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ആ ബുക്കിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു HR മാനുവലിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ 34 കാര്യങ്ങള്. ദാറ്റ് മീൻസ് റിഗാർഡിംഗ് എവറിത്തിങ് റിലേറ്റിംഗ് ടു ഹ്യൂമൻ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, റൂൾസ്, റെഗുലേഷൻസ്, ചില പ്രിസ്ക്രൈബ്ഡ് ഫോംസ്, പിന്നെ അവരുടെ ലീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലീവ് കാർഡുകൾ, പിന്നെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ഇൻഫോർമേഷൻസ് ആ ഒരു ഇതിനകത്ത്, ഈ ഒരു ഇതിനകത്ത് കണ്ടന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? ഇവിടെ തന്നെ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും വീണ്ടും നമ്മൾ അടുത്ത ടീച്ചർ വേറെ ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. അടുത്ത അതുമായിട്ട് കണ്ടിന്യൂവേഷൻ ഉള്ള ഒരു കാര്യമല്ല, നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാ പഠിച്ചേ? ഏതാ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? എന്ത് ടോപ്പിക്കാ പഠിച്ചേ? ഓർമ്മയുണ്ടാ? ടീച്ചർ വന്നിട്ട് ഏത് ക്ലാസ് എടുത്തേന്ന്? ഇപ്പൊ തൊട്ട് മുന്നേ ടീച്ചർ ഇറങ്ങിപ്പോയോ?
ഉറങ്ങിയിരുന്നോ? യെസ്, അഡ്മിനിസ്ട്രേഷൻ അല്ലെ, റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ടീച്ചർ എടുത്തത്. അപ്പൊ അതിൽ നിന്ന് ഇച്ചിരി വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതും അതിനകത്തുള്ള മാനേജ്മെന്റ്, അതിനകത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. എംപ്ലോയീസിനെ എല്ലാം മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇങ്ങടേക്ക് എത്തണം എന്ന് മനസ്സിലായോ? അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ആൻഡ് അപ്പൊ HR മാനുവൽ എന്ന് പറയുന്നത് അതാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ പോളിസീസ് റിഗാർഡിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, പ്രോട്ടോകോൾസ്, സം സ്പെസിഫിക് ഫോംസ്, പലതരത്തിലുള്ള ഫോമുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്ത് അത് കൊടുത്ത്, അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഫോമുകളൊക്കെ ഫില്ല് ചെയ്തൊക്കെ പല കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഇന്റർവ്യൂ ഫോമുകളായിരിക്കാം, അവരുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഫോമുകളായിരിക്കാം, ഇപ്പൊ എന്താ പറയാ ലീവിന് വേണ്ടിയിട്ടുള്ള ഫോം ആയിരിക്കാം, മറ്റ് ക്ലെയിമുകൾക്കോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഫോമുകൾ അവൈലബിൾ ആണ്. അപ്പൊ അത്തരം ഫോംസും പ്രോട്ടോകോൾസും എല്ലാം റിഗാർഡിംഗ് ടു ദ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം വിച്ച് ഇസ് ഡോക്യുമെന്റഡ്. അതൊരു ഡോക്യുമെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഓതന്റിക് ഡോക്യുമെന്റ് ആണ്. ഓതന്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികാരപരമായ കൃത്യമായ അല്ലെങ്കിൽ വളരെ നിശ്ചിതമായ ഒരു ഡോക്യുമെന്റ് എന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ HR മാനുവൽ എന്ന് വിളിക്കുക. ആൻഡ് ഓൾസോ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ്, ദ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ ഈസ് കൺസിഡർഡ് ആസ് ദ ബൈബിൾ. നമ്മളുടെ എന്താ പറയാ ഓർഗനൈസേഷനിലെ HR-ന്റെ ബൈബിൾ എന്ന് പറയാം. എന്താ ബൈബിള്? നമ്മള് എന്താ പറയാ മനുഷ്യന്മാർക്ക് ബൈബിൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ എന്താ പറയാ എന്തോ ഒരു ഗ്രന്ഥമാണ് അല്ലെ. നമ്മള് ബൈബിളിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. അപ്പൊ അതൊരു ഗ്രന്ഥമാണ്. അത് നമുക്ക് അതിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യേണ്ടതാണ്, നമുക്ക് അനുകരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്ന രീതിയിലാണ് ബൈബിളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സസിന്റെ ബൈബിൾ ആണ് ഒരു ഓർഗനൈസേഷനിലെ ഏതെന്ന് പറയുന്നത് HR മാനുവൽ. വൈ ദിസ് സെഡ് സോ? എന്തുകൊണ്ടാണ് അതങ്ങനെ പറയണേ? കാരണം the human resource management has to act again according to this, or also they have to handle employees according to this HR manual. ഈ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ഈ പറയുന്ന മാനുവലിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ നിയമങ്ങളോ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട അത് ഫോളോ ചെയ്തിട്ടാണ് അവരെ ഡീൽ ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ പറഞ്ഞത് എന്താന്ന്? എന്തുകൊണ്ടാണ് ബൈബിൾ എന്ന് പറയുന്നത് ഈ ഒരു ഡോക്യുമെന്റിനെ ഒരു ഓതന്റിക് ഡോക്യുമെന്റ് ആണ്. വളരെ കൃത്യമായ കാര്യങ്ങളായിരിക്കും അതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാകുക. ഓക്കെ, അപ്പൊ കൃത്യതയ്ക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒരു വേണമെങ്കിൽ നമുക്ക് പറയാം കൃത്യമായ കാര്യങ്ങളായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും നമുക്ക് വ്യവസ്ഥകളോ കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വ്യക്തവും കൃത്യവുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും HR മാനുവലിൽ ഉണ്ടായിരിക്കുക. സോ ദാറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്യാൻ ഹാൻഡിൽ ദ എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ദിസ് ബൈബിൾ. ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ ബൈബിളുമായിട്ട് HR മാനുവലുമായിട്ട് കാര്യങ്ങളെ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായോ? And also this dictionary എന്നോ ബൈബിൾ എന്നോ ഒക്കെ നമുക്ക് പറയാം. This dictionary contains all the rules and വീണ്ടും എടുത്തു പറയുന്ന കാര്യമാണ്. ഈ ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ ഒരു ബൈബിൾ അല്ലെങ്കിൽ ഒരു authentic document contains all the rules and regulations which is to be followed in hospitals in respect of human resource. ഹ്യൂമൻ റിസോഴ്സുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ മറ്റേത് തരത്തിലുള്ള ഓർഗനൈസേഷൻസും ആയിക്കോട്ടെ അവർ ഈ HR മാനുവൽ, ഈ ഒരു ബേസ് ഡോക്യുമെന്റ്, ഈ ഒരു ഡിക്ഷണറി, ഈ ഒരു ബൈബിൾ ഫോളോ ചെയ്ത് വേണം അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്ലൈ ചെയ്ത് വേണം നമ്മുടെ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പാരഗ്രാഫും ഞാൻ പറയുമ്പോ അപ്പൊ തന്നെ വായിപ്പിക്കുകയാണ്. കാരണം നമ്മളുടെ HA ഡിപ്ലോമ നമ്മൾ ചെയ്തത് പോലെയല്ല, കുറച്ച് സെന്റൻസുകളുടെ ലെങ്ത് ഒക്കെ ഇച്ചിരി വലുതാ. ഒരു സെന്റൻസ് തന്നെ തുടങ്ങിയിട്ട് അത് നിൽക്കുന്ന കുറെ സ്ഥലം മാറിയിട്ടാണ്. നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാലേ മനസ്സിലാകുള്ളൂ. സോ ആ ഓരോ സെന്റൻസുകൾ നമുക്ക് ഇമ്പോർട്ടന്റുകളും ആണ് ചിലതൊക്കെ. ആ ഇമ്പോർട്ടന്റ് ആയ സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറയും കേട്ടോ. സോ നിങ്ങളൊന്ന് ആ HR മാനുവൽ നെയിംഡ് ആസ് HR മാനുവൽ ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുന്ന ആ ഒരു വലിയ സെന്റൻസ് ഒക്കെയാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാട്ടോ. The policies in the form of stipulated rules and regulations, specific forms, protocols with respect to the human resource have been documented in the form of authentic documents, namely normally named as HR manual or human resource manual. മനസ്സിലായല്ലോ? അതായത് ഹ്യൂമൻ റിസോഴ്സുകളെ സംബന്ധിക്കുന്ന അവരെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവരിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ചില അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട റൂൾസ്, റെഗുലേഷൻസ്, ചില ഫോമുകൾ, സ്പെസിഫിക് ഫോംസ്, പ്രോട്ടോകോൾസ് എല്ലാം
ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ടി മാത്രം. അതെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് ഒരു ഓതന്റിക് കൃത്യമായ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് HR മാനുവൽ ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ. ഇതിനെ നമ്മൾ HRന്റെ ബൈബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സെന്റൻസ് ഷുഡ് ബി അണ്ടർലൈൻ. ആ ഒരു സെന്റൻസും വേഗം തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബൈബിൾ ഓഫ് HR. അത്ര മതി. ആസ് ദ ബൈബിൾ ഓഫ് HR മാത്രം മതി. ഡാറ്റാബേസ് ഒക്കെ നമ്മൾ ബേസ് ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയോ? പാരഗ്രാഫ് വായിച്ചു നോക്കിയോ? അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. സെന്റൻസ് വളരെ ലെങ്തി ആണെങ്കിലും സിമ്പിൾ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫില് നമുക്കൊരു പകുതി മുക്കാലം അതിനകത്ത് നമുക്ക് അവിടെ ആവശ്യമില്ലാത്ത കാര്യം എന്താണെന്നറിയാമോ? ആവശ്യമില്ലാന്നല്ല കേട്ടാ. കാരണം എന്താണെന്നറിയാം, ഓൾറെഡി വാട്ട് ഈസ് സ്റ്റേറ്റഡ് ഹിയർ ഇൻ ദിസ് ഇൻഡെക്സ്. ഈ നമ്മൾ നേരത്തെ HR മാനുവലിന്റെ ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു അല്ലെ, അതിൽ നീട്ടിപ്പിടിച്ച് വീണ്ടും ആ പാരഗ്രാഫില് എന്തൊക്കെയാണ് HR മാനുവൽ എന്താണെന്ന് വീണ്ടും പറഞ്ഞപ്പോ അതിങ്ങനെ പാരഗ്രാഫ് പോലെ വീണ്ടും എടുത്ത് എഴുതി. കണ്ടോ? അതിനകത്ത് അതൊക്കെ തന്നെയാണ്. വായിച്ചു നോക്കിയോ? നിങ്ങൾ നോക്കിയേ. ഇറ്റ് കണ്ടെയ്ൻസ് ആസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, എയിംസ് ഓഫ് HR, വിഷൻ ക്വാളിറ്റി ഒക്കെ മനസ്സിലായോ? അതങ്ങനെ നമ്മൾ എവിടെ വരെയാണെന്നറിയാമോ? ആൻഡ് ഓഫ് കോഴ്സ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ വരെ ഞാൻ മാർക്ക് ചെയ്തത് കണ്ടോ? നോക്കിയേ, സെലക്ട് ചെയ്ത ഭാഗം കോഴ്സ് കൺക്ലൂഷൻ അവിടെ വരെ നമുക്ക് ആവശ്യം. ഓൾറെഡി നമ്മൾ ആ പോയിന്റ് വൈസ് പറഞ്ഞത് ഇവരത് ആ പാരഗ്രാഫിലൂടെ ഉൾപ്പെടുത്തിയത് മാത്രം. ക്ലിയർ ആയോ പറഞ്ഞത് എന്താന്ന്? നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ വീണ്ടും അത് പറഞ്ഞ സമയം കളയണോ? ഇനി വായിച്ചിട്ടല്ലോ, നിങ്ങൾ വായിച്ചില്ലേ? ആ ബുള്ളറ്റ് ഇട്ട് നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് തന്നില്ലേ? അത് തന്നെയാണ് വീണ്ടും അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അവര് റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് അത് തന്നെ പോയിന്റ് ആയിട്ട് വരുമ്പോ നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ എന്താ പറയാ വായിക്കാൻ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ? ഈ വലിയ പാരഗ്രാഫ് വായിക്കുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടം കുഞ്ഞു പോയിന്റുകൾ പഠിക്കാൻ തന്നെയല്ലേ? പഠിക്കാനായാലും ജസ്റ്റ് ഒന്ന് വായിക്കാനായാലും ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് മടുക്കും. ഇതൊക്കെ വായിച്ചു തീർക്കണ്ടേ എന്നൊരു മടി അതെല്ലാവർക്കും ഉണ്ടാകുന്ന. ആസ് ഇഫ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ സം പോയിന്റ്സ് ബുള്ളറ്റ്സ് ആയിട്ട് എഴുതുക, ടേബിൾ റെപ്രസെന്റേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക നമ്മളുടെ വായിക്കാനും അതുപോലെ തന്നെ അത് നോക്കാനും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, സോ അത് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ ഹ്യൂമൻ റിസോഴ്സ്, ഇറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ആസ് എ പേഴ്സണൽ മാനേജ്മെന്റ്. ഇതിന്റെ ഒരു പഴയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഇതൊരു ലേറ്റസ്റ്റ് ആണ്. ഇത് ഏറ്റവും കുറച്ച് ആധുനികപരമായിട്ട് കൊണ്ടുവന്ന ചില ആശയങ്ങളാണ്. ഇതിന്റെ ഒരു മുൻകാലം അല്ലെങ്കിൽ എന്തിന്റെ ചുവട് പിടിച്ച ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. തൊഴിലാളികളെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉത്ഭവം. മനസ്സിലായി? അങ്ങനെ ഒരു സാധനം കണ്ടെത്തിയത്. വൈ? എന്തുകൊണ്ട് അതങ്ങനെ? നോക്കിയേ, ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വി ആർ ലിവിങ് എന്താ പറയാ, നമുക്ക് ഇന്നത്തെ കാലത്ത് കാണുമ്പോൾ നമുക്കറിയാം ലോട്ട് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് ചുറ്റും ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളിലും നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ദർ. ഓരോ സ്ഥലത്തും ഓരോ ഇഷ്ടം പോലെ എംപ്ലോയീസ് ഓരോ സ്ഥലത്തും ഇത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിങ്ങൾ കയറി നോക്കുക, 10-25 ജോലിക്കാരുണ്ടായിരിക്കും. ഏറ്റവും ചുരുങ്ങിയതായിട്ട് പറഞ്ഞാൽ ചെറിയ ഒരു തുണിക്കടയാണെങ്കിൽ 10-25. അതായത് ഒരു മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിലോ ചില വലിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള കടകളൊക്കെ ഒരു ബഹുനിലയാണ്, ഒത്തിരി നിലകളൊക്കെ ഉള്ള ഒരു ടെക്സ്റ്റൈൽ. അവിടത്തെ സ്റ്റാഫുകളുടെ എണ്ണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ? ഒത്തിരി ഉണ്ട്. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ സം ഓർഗനൈസേഷൻസ്. ഇതുപോലെ ഒത്തിരി ഓർഗനൈസേഷൻസിൽ ഒരുപാട് എംപ്ലോയീസിന്റെ എണ്ണം ഇങ്ങനെ കൂടി വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവരെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മാക്സിമം ഇവരെ യൂസ് ചെയ്ത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൽ എന്തിനാ ജോലിക്കാരെ എടുക്കുന്നത്? പരമാവധി ഉപയോഗിക്കുക അല്ലെ? നമ്മളിവിടെ ഇതും ഒരു ഓർഗനൈസേഷൻ ആണ്, ഇതൊരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന PROs ഉണ്ട് അല്ലെ? അവരെ ഓരോരുത്തരും അവരവരുടെ റെസ്പോൺസിബിലിറ്റി, ഓരോ ജോലികൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോബ് അലോട്ട് ചെയ്തിരിക്കുന്നത് കൃത്യമായി അവര് ഓരോരുത്തരും ചെയ്യാണ്. സോ അത് അവരവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇവരെല്ലാം കൃത്യമായിട്ട് അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടോ? അക്കോർഡിംഗ് ടു ദ റൂൾസ് regulations which is included in the human resource manual. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ പ്രകാരം ജോലിക്കാരെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അവരെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മാനേജ്മെന്റിന്റെ എന്താ പറയാ ഉത്ഭവം. അങ്ങനെ ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് മിക്ക ഓർഗനൈസേഷൻസും HR അതായത് ഹ്യൂമൻ റിസോഴ്സുകൾക്ക് വളരെ
പറഞ്ഞു നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് they are the valuable asset of any organization. ഏത് ബിസിനസ് സ്ഥാപനത്തിന്റെയും അസറ്റ് ആസ്തിയാണ് ഹ്യൂമൻ റിസോഴ്സ്. അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാര്. കാരണം എന്താ, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യാനുള്ള കഴിവ്, അറിവ്, നോളജ്, ബുദ്ധി, ശക്തി, അതുപോലെ തന്നെ എബിലിറ്റീസ്, അങ്ങനെ ഒത്തിരി കഴിവുകൾ ഉള്ള ആ ഒരു വ്യക്തിയാണ് അവർ ജോലി ചെയ്യുന്നത്. സോ അവരെ നമ്മളൊരു അസറ്റ് ആയിട്ട് കാണണം അല്ലെ. കാരണം ഒരുപാട് കാര്യങ്ങൾ അവരുടെ അറിവിൽ നിന്ന് അവർ നമുക്ക് പകർന്ന് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ തരുന്നുണ്ടോ, സേവനമായിട്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ആയിട്ടും എന്താ പറയാ കൺവേർട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന എന്താ, എന്റെ ഒരു സേവനം, സർവീസ്, ഞാൻ അതൊരു സർവീസ് ആയിട്ടാണ് കൊടുക്കുക അല്ലെ. മറ്റ് ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിൽ എന്നാൽ നമ്മൾ എന്താ പറയാ എന്തെങ്കിലും വാങ്ങിയാൽ ചിലപ്പോൾ അവിടെ ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് വിൽക്കപ്പെടുക അല്ലെ. അങ്ങനെ ഏത് സ്ഥാപനമായാലും there will be lot of employees. അപ്പൊ ഇവരെല്ലാം മാനേജ് ചെയ്യണം. അപ്പൊ ഈ പണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. എല്ലാ എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അന്നത്തെ സൈസ് ഓഫ് ഓർഗനൈസേഷൻസ് ഒക്കെ ഒരു മീഡിയം സൈസ്, സ്മോൾ സൈസ് ഒക്കെ ആയിരുന്നു, ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളാണ് ആയിരുന്നു. പക്ഷെ ഇന്ന് ബിസിനസ്സുകൾ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻസ് ആണ് അല്ലെ. ഡേ ബൈ ഡേ they are willing to or wishing or dreaming about their developments. അവർ ഓരോ രീതിയിലും പുതിയ എന്താ പറയാ ഡെവലപ്മെന്റുകൾ, ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാനാ പരസ്പരം മത്സരിച്ച് ഓരോ ബിസിനസ്സുകാരും നടക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ലോവർ ലെവൽ, ഏറ്റവും താഴെയുള്ള വർക്കേഴ്സ്, മാൻ അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അതായത് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന കുറച്ച് ഫിസിക്കൽ എന്താ പറയാ വർക്ക്, ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്യുന്ന ആളുകളെ മാത്രം മാനേജ് ചെയ്താൽ മതിയായിരുന്നു. അവർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവരല്ലെങ്കിൽ അവിടെ വെറുതെ എന്താ പറയാ കുറച്ചു നേരം ജോലി ചെയ്ത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയാ വേറെ എന്തെങ്കിലും ലിഷർ ടൈമിൽ അന്നത്തെ ആൾക്കാർ എന്താ ചെയ്തിരുന്നത്, അന്ന് ഇതുപോലെ ഇപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്യണതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഉപയോഗിക്കില്ല. എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ ചെയ്യാനുള്ള ജോലി തീർന്നു, അത് ഞാൻ ഇനി ഫോണിലിരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കാം അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു ഇച്ചിരി സമയമൊക്കെ ഫ്രീ ആയിട്ട് അപ്പൊ തന്നെ നമ്മൾ ഫോൺ എടുക്കുകയാണ്, ഫോൺ എടുത്ത് നമ്മൾ അതിൽ തോണ്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു 10-30 കൊല്ലമൊക്കെ മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് ഇത്തരം ഡിവൈസസ് അവൈലബിൾ അല്ല, ഇത്ര കോമൺ ആയിട്ടൊന്നും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചു നേരം അവിടെ പോയിരുന്ന പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ സ്ത്രീകളൊക്കെ കുറച്ചു നേരം അവിടെ രണ്ടുന്നത് ആരും അറിയാതെ സംസാരിച്ചിട്ടില്ല. പിന്നെ മാനേജ്മെന്റിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുന്നത് അവരുടെ തലയൊക്കെ കാണുമ്പോഴേക്കും എല്ലാം കൂടി വേഗം വലിയ ജോലി ചെയ്യുന്ന പോലെ ചെയ്യാം അല്ലെ. എന്തെങ്കിലുമൊക്കെ കുശലം പറയില്ല. ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് വല്ല എന്തെങ്കിലും ഒരു ഇതൊക്കെ വലിക്കുക, സ്മോക്ക് ചെയ്യാം അല്ലെ. അത് നമ്മളുടെ ചില ഹാബിറ്റുകളാണ്, അങ്ങനെയൊക്കെ വരും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ whether they are doing their work or not, അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അന്ന് ആ ഒരു ലോവർ ലെവൽ സ്റ്റാഫിനെ മാത്രം, അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള എംപ്ലോയീസ്, വർക്കേഴ്സും പറയാം, ജോലിക്കാര്, അവരെ മാത്രമേ മാനേജ് ചെയ്തിട്ടുള്ളൂ. അതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. അതായത് തൊഴിൽ മാനേജ് ചെയ്യാം. പേഴ്സണൽ, PERSONAL ആണ് സ്പെല്ലിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് അതിനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കി, അല്ലെങ്കിൽ അതൊന്നുകൂടി പ്രോസസ് ചെയ്തു. ദാറ്റ് മീൻസ് ഇന്ന് അത്തരം എന്താ പറയാ വർക്കേഴ്സിന്റെ എണ്ണം വളരെ കുറഞ്ഞു. വൈ, എന്തുകൊണ്ടാ? അത്തരം വർക്കേഴ്സ്, അതായത് ഫിസിക്കൽ ജോലി ചെയ്യുന്ന, നമ്മളുടെ ശാരീരികമായ അധ്വാനം കൊണ്ട് ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് എംപ്ലോയീസ്, സച്ച് എംപ്ലോയീസ് ഓർ സച്ച് വർക്കേഴ്സ് ബിക്കം റെഡ്യൂസ്ഡ്. അത് കുറെ കുറഞ്ഞു. വൈ, എന്താണ് കാരണം? ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ പറയാണ്, അങ്ങനെയുള്ള അതായത് ഏറ്റവും ലോവർ ലെവലിലുള്ള ഇത്രയും ഹാർഡ് വർക്ക് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് ശാരീരിക അധ്വാനം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് അതിന് കാരണം എന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞല്ലോ ആരും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കറിയാവുന്ന കുറെ റീസൺ തന്നെയാണ് അതിന്റെ കാരണങ്ങൾ. എന്താണത്? യെസ്, വെരി ഗുഡ് അഭിരാമി, രശ്മി. ഓക്കെ, അത് തന്നെയാണ് കാരണം. ഇൻസ്റ്റെഡ് ഓഫ് മെൻ, അതായത് ഇത്തരം വർക്കേഴ്സിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് മെൻ റീപ്ലേസ്ഡ് ദ മെഷീനറീസ് അല്ലെ. പല രീതിയിലുള്ള മെഷീനറീസ് ടെക്നോളജി ഡെവലപ്മെന്റ് കൊണ്ടുവന്നു. അപ്പൊ എന്ത് പറ്റി? മെഷീൻസ് ഒക്കെ എല്ലാം മിക്ക പ്രൊഡക്ഷൻസ് നടത്തുന്നത് എന്താ? മെഷീനുകളാണ്, മെഷീനറീസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് വർക്കേഴ്സ്, ഇത്തരം താഴേക്കടിയിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പൊ പണ്ടൊക്കെ അംബ്രല ഉണ്ടാക്കുന്ന ഫാക്ടറീസിലൊക്കെ കൊടയൊക്കെ നിർമ്മിക്കുന്നത് മനുഷ്യന്മാര് കൂടുതൽ പണിയും ആളുകളുടെ കൈകൾ കൊണ്ട് തന്നെയാണ് അല്ലെ. ഇന്ന് അതൊക്കെ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കൂടുതൽ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ കോമ്പറ്റീഷൻസും മറ്റ് എന്താ പറയാ ഓർഗനൈസേഷൻസുമായി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും അതിന് പകരം വർക്കേഴ്സിനൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മള് എന്താകും, ഇപ്പൊ നിങ്ങൾക്ക് 2 മണിക്കൂർ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി, ഇതൊന്ന് വേഗം തീർന്നാൽ മതി എന്ന മട്ടിലിരിക്കുകയായിരിക്കും. കാരണം എന്താ?
അങ്ങനെയാണ് നമ്മളിപ്പോ ഒരു ക്ലാസ് റൂമിനകത്താണെങ്കിൽ കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട്. കുറച്ചു നേരം വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കാം, ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കാം അല്ലെ. അതേസമയം നമ്മൾ ഓൺലൈനിലാണ്. അപ്പൊ നമുക്ക് നമ്മള് വേറെ ആരെയും കാണാൻ പറ്റില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇരിക്കുന്ന നമ്മുടെ ബുക്ക് മറ്റു കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയാ ഫോഴ്സ്ഫുള്ളി നമ്മൾ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രം ആ 2 മണിക്കൂർ തീരാൻ വേണ്ടി അല്ലെ. അപ്പൊ അങ്ങനെ എന്താ പറയാ മനുഷ്യന്മാർക്ക് ഇച്ചിരി മടുപ്പ്, ബോറടി, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, ബോർഡം ഒക്കെ ഇച്ചിരി ഏറ്റവും കൂടുതൽ ഫീലിങ്സ് അപ്പിയർ ചെയ്യുന്നത് മനുഷ്യന്മാരില്ല. അപ്പൊ അങ്ങനെയുള്ളവര് എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി വേഗത്തില് കുറച്ച് ടൈമൊക്കെ നമുക്ക് എന്താ പറയാ കൂടുതൽ എടുക്കാതെ പെട്ടെന്ന് പ്രൊഡക്ഷൻസ് ഒക്കെ നടത്താൻ മെഷീൻസിന് സാധിക്കുമെന്ന് മനസ്സിലാക്കി വിത്ത് ദ ഇന്നോവേഷൻസ് ഓഫ് ന്യൂ ടെക്നോളജീസ്, പുതിയ ടെക്നോളജീസ്, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പുതിയ മെഷീൻസ് അവിടെയൊക്കെ റീപ്ലേസ് ചെയ്തപ്പോ ജോലിയില്ല മനുഷ്യന്മാർക്ക് അല്ലെ, ജോലിയില്ല. അപ്പൊ വന്നപ്പോ എന്താണ് ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം തൊഴിൽ മാത്രം മാനേജ് ചെയ്താൽ പോരാ. ഇൻസ്റ്റഡ് പകരം നമ്മൾ ദ എൻറ്റയർ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഷുഡ് ബി മാനേജ്ഡ് എന്ന് മനസ്സിലാക്കി. കോമ്പറ്റീഷൻസ് കൂടി വന്നപ്പോ കുറെ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാര് ഒരു പണിയില്ല, കാരണം മെഷീൻ ഉപയോഗിച്ചാണ് കൂടുതൽ പണികളും വരുന്നത്. ബാക്കിയുള്ളവർ വെറുതെ ഇങ്ങനെ കുറെ പേരൊക്കെ അവരവരുടെ പണി വേഗം തീർത്തിട്ട് മാക്സിമം യൂട്ടിലൈസേഷൻ, ശമ്പളം കൊടുക്കുന്നതിന് അതിന് ഒരു എന്തെങ്കിലും അവരിൽ നിന്ന് വാങ്ങിക്കണ്ടേ, കിട്ടണ്ടേ ഇങ്ങോട്ടേക്ക്, അവരെ മാക്സിമം യൂസ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് ഓർഗനൈസേഷൻസിന്റെ ഡെവലപ്മെന്റോട് കൂടിയാണ് ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ലേറ്റസ്റ്റ് ഓൾഡ് കൺസെപ്റ്റ് മാറ്റിയിട്ട് അവിടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് വന്നത്. അതാണ് പറയുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എവിടെ നിന്നാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഇൻട്രൊഡക്ഷൻ എവിടെ നിന്നാണ്? പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. അതിനകത്ത് ആ പേഴ്സണൽ മാനേജ്മെന്റിൽ ഓൾ ദ തിങ്സ് ഇൻക്ലൂഡിങ് പ്രീ റിക്രൂട്ട്മെന്റ് തുടങ്ങി പോസ്റ്റ് എക്സിറ്റ് വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഏത് ഒരു ഓർഗനൈസേഷനിൽ ഒരു പുതിയ ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങി, കുറച്ച് മുമ്പേ തുടങ്ങും. റിക്രൂട്ട് ചെയ്യുമ്പോഴല്ല, അതിന് മുമ്പേ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അടുത്ത പേജിൽ നമ്മൾ പഠിക്കും. അപ്പൊ റിക്രൂട്ട്മെന്റിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളുടെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് തുടങ്ങി പോസ്റ്റ് എക്സിറ്റ് വരെ. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിർത്തിപ്പോകുന്നത്. എപ്പോഴെങ്കിലും റിട്ടയർ ചെയ്തോ അവസാനിപ്പിച്ചോ നമ്മുടെ ജോലി മതിയാക്കിയൊക്കെ പോകുമല്ലോ, അതുവരെയുള്ള A to Z എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നു. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ, റിക്രൂട്ട്മെന്റ്, പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ജോലിക്ക് ഇന്ന ആള് ഇന്ന പൊസിഷനിലാണെന്ന് വീതിച്ചു കൊടുക്കുക. ഇൻഡക്ഷൻ, അതായത് പുതിയൊരു ജോലിക്കാരനെ പ്രവേശിപ്പിക്കല്, അവരുടെ ട്രെയിനിങ്, അവരുടെ വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഓരോ എംപ്ലോയീസും ജോലി ചെയ്യുമ്പോൾ അവർക്കൊരു ക്ഷേമമുണ്ട്, അവർക്ക് ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് ക്ഷേമം. ഗ്രീവിയൻസസ് അവരുടെ കംപ്ലൈന്റുകളാണ്, സ്റ്റാഫ് മെമ്പേഴ്സിന്റെ എല്ലാം കംപ്ലൈന്റുകൾ. ഇതിനൊക്കെ ഒരു എന്താ പറയാ ഒരു ഡൈനാമിക് അപ്രോച്ച്, ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച് ആണ്. ഡിപ്ലോമാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക രീതിയിൽ ഒരു നയതന്ത്രമായിട്ടാണ് ഇവരെ ഡീൽ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ മോശമായിട്ട് പെരുമാറാൻ പറ്റില്ല. ഒരു റേസ് ചെയ്തൊരു വാക്ക് ഇന്നത്തെ കാലത്ത് എംപ്ലോയീസിനോടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ആ രീതിയിലാണ്. അതായത് ഓർഗനൈസേഷനും അതിന്റെ എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ there will be a sound relationship. അവിടെ ഒരു നല്ല ബന്ധമുണ്ട്. അപ്പൊ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇവരെ ഹാൻഡിൽ ചെയ്ത് ആൻഡ് ടു പ്രൊവൈഡ് വെൽഫെയർ ടു ദ സ്റ്റാഫ് മെമ്പേഴ്സ്, അതിലൂടെ അവർക്ക് അവരുടെ രീതിയിൽ നല്ല രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്താ പറയാ സ്റ്റാഫ് മെമ്പേഴ്സിന് എംപ്ലോയീസിനൊക്കെ ചെയ്തു കൊടുത്ത്, അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴും വിതൗട്ട് കോംപ്രമൈസിങ് ദ HR എത്തിക്സ് എന്നാ പറഞ്ഞേക്കണേ. HR-ന്റെ എത്തിക്സില്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മാനുവലില്, അതിന്റെ എത്തിക്സിൽ പറയുന്ന യാതൊരു കാര്യങ്ങൾക്കും ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഈ എത്തിക്സ് വിട്ടൊരു കളിയില്ല. എത്തിക്സിൽ എന്തൊക്കെയുണ്ടോ? എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനുവലിനകത്ത് ഇരിക്കുന്ന കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെ, അതിൽ ഒരു വിട്ടുവീഴ്ച വരുത്തിയിട്ടല്ല, അതിൽ നിന്നുകൊണ്ട് തന്നെ അവരെ പരമാവധി മാക്സിമം സാറ്റിസ്ഫൈഡ് ആക്കി റിക്രൂട്ട്മെന്റിന് മുൻപ് മുതൽ റിക്രൂട്ട്മെന്റിന് ശേഷം, അതായത് നമ്മുടെ എക്സിറ്റ് ചെയ്യുന്നതിന് ശേഷം വരെയുള്ള ഒത്തിരി കാര്യങ്ങളുടെ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നുണ്ട് എന്നാണ് പറയാ. ഇനി ഈ എന്താ പറയാ ഇത് ഹ്യൂമൻ റിസോഴ്സ് അതിനുശേഷം എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു. ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പല കാര്യങ്ങളും കൺഫേം ചെയ്യാനാണ്. അതായത് എംപ്ലോയീസ് ബന്ധത്തെ നോക്കി എന്താ പറയാ എഫിഷ്യന്റ്ലി, വളരെ എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അവരുടെ റിക്രൂട്ട്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റിംഗും ഈ പറയുന്ന ഇതിനകത്ത് ഈ ഒരു പ്രോസസ്സിനകത്ത് വരുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ, വിച്ച് ഇൻക്ലൂഡ്സ് റിക്രൂട്ട്മെന്റിൽ തന്നെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അവർക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ
വേഗം കൂടെ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, വന്നിട്ട് ഒരാളെ പുറത്ത് കണ്ടു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഇന്ന ആള് അവിടെ ജോലിയിലാണ്ടിരിക്കുന്നുണ്ട് അവരെ കൊണ്ടിട്ട് എന്ന് പറയുമ്പോൾ വേഗം കൊണ്ട് എടുക്കുകയാണോ? അല്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ്സ് പ്രോസസ് ലൈക്ക് ഇന്റർവ്യൂ, സെലക്ഷൻ, പ്ലേസ്മെന്റ് അല്ലെ, ഒത്തിരി അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് റിക്രൂട്ട്മെന്റിനകത്ത് തന്നെ. അപ്രൈസൽ, ഇത് എംപ്ലോയീസിന്റെ അപ്രൈസൽ, സ്റ്റാഫ് വെൽഫെയർ, അങ്ങനെ ഒത്തിരി. ഇതെല്ലാം അപ് ടു ദ ടെർമിനേഷൻ ഓഫ് എൻ എംപ്ലോയി, ഒരു എംപ്ലോയി ടെർമിനേറ്റ് ചെയ്ത് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ഒരു എന്താ പറയാ, ഈ വലിയ പാരഗ്രാഫിനകത്ത് നമുക്ക് വേണ്ടത് ആ ഇൻട്രൊഡക്ഷൻ റിഗാർഡിങ് എന്ന് പറയുന്ന ഭാഗം തുടങ്ങിയാണ് ആ ഒരു മീൻസ് ഹാഫ് ഓഫ് ദാറ്റ് പാരഗ്രാഫ്. ആ ഒരു പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഭാഗം, പകുതി ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അതിന് മുൻപ് പറഞ്ഞ ആ ഒരു പകുതി ഭാഗം ഞാൻ പറഞ്ഞു, അതാ ബുള്ളറ്റിൽ എഴുതിയിരിക്കുന്ന HR മാനുവലിന്റെ കണ്ടന്റുകളാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാരഗ്രാഫ് ഞാൻ ആ ഒരു സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടില് സെലക്ട് ചെയ്ത ഭാഗം കാണുന്നുണ്ടോ? സെലക്ട് ചെയ്ത് തന്നെയാണോ കാണുന്നേ? യെസ്. അപ്പൊ ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം എന്താണ് ഞാൻ അണ്ടർലൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറഞ്ഞുതരാം. പെട്ടെന്ന് വായിക്കണം. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കുക. ഓക്കെ, വായിക്കേണ്ടത് നിങ്ങളാണ്, ഞാൻ വായിച്ചതാണ്. നിങ്ങൾ വായിക്കണം, കാരണം നിങ്ങളാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടവര്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ വായിപ്പിക്കണം. കഴിഞ്ഞിട്ട് പറയണേ. കഴിഞ്ഞോ? ഓക്കെ, സോ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്താലോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സസിന്റെ ഇൻട്രൊഡക്ഷൻ എവിടെ നിന്നാണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്? as personal management in an organization. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, introduction regarding human resource is considered as a personal management in an organization എന്നുള്ള സെന്റൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നിലുള്ളത് ഒരു വലിയ നീണ്ട സെന്റൻസ് ആണ്. കാര്യം ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് തുടങ്ങി എക്സിറ്റ് ഇന്റർവ്യൂ വരെ. ആ ഒരു സെന്റൻസിന്റെ പകുതി ഭാഗം, കുറച്ച് ഭാഗമാണ് ഞാൻ അതെല്ലാം ചെയ്യാൻ പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റെപ്സ് ഫ്രം പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് ടു എക്സിറ്റ് ഇന്റർവ്യൂ. അവിടെ വരെ മാത്രം അതെല്ലാം ചെയ്യാം. It includes or involves steps from pre-recruitment process to exit interview. അതുവരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നാണ് വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? പ്രീ റിക്രൂട്ട്മെന്റ് മുതൽ എക്സിറ്റ് ചെയ്യുന്നത് വരെ, ഒരു എംപ്ലോയി എപ്പോഴാണോ നിർത്തി പോകുന്നത് അവിടെ വരെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ കുറെ കാര്യമുണ്ടല്ലോ. അതാണ് അവർ ആ ഒരു ലൈക്ക് എന്ന് കൊണ്ട് കൊടുത്തേക്കുന്നത്. ലൈക്ക് റിക്രൂട്ട്മെന്റ്, പൊസിഷനിങ്, ഇൻഡക്ഷൻ, ട്രെയിനിങ്, വെൽഫെയർ അതൊക്കെ പറഞ്ഞത് വേണ്ടൊക്കെ തൽക്കാലം ഒക്കെ നമുക്ക് വേറെ സ്ഥലത്തൊക്കെ വരുന്നുണ്ട്. സോ അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, അവിടെ വരെ എക്സിറ്റ് ഇന്റർവ്യൂ അണ്ടർലൈൻ ചെയ്തോ? 1-2 സെന്റൻസ്. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. HR റിക്വയർമെന്റ്സ് ഇൻക്ലൂഡിംഗ് റിക്രൂട്ട്മെന്റ്. ആ ഒരു സെന്റൻസിലെ ഒരു ലാസ്റ്റ് ഭാഗത്താണ് എന്താ പറയാ, കൺഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ? HR റിക്വയർമെന്റ്സ് ഒക്കെ മാത്രമായിട്ട് ഞാൻ സെലക്ട് ചെയ്യാം. അത്രയും മാത്രം. HR റിക്വയർമെന്റ്സ് എന്ന് തുടങ്ങി അവിടെ വരെ. അതിനകത്ത് ഇൻക്ലൂഡിങ് റിക്രൂട്ട്മെന്റ്, എന്നിട്ട് ആ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് വീണ്ടും റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് വരുന്ന ഓരോ പ്രൊസീജിയേഴ്സും അവരിങ്ങനെ കോമന്റ് ചെയ്യേണ്ട ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. ഫുൾ ഇല്ല, സെന്റൻസിന്റെ പകുതി ഭാഗത്തു നിന്നാണ് ഞാൻ തുടങ്ങിയത്. HR റിക്വയർമെന്റ്സ് ഇൻക്ലൂഡിങ് റിക്രൂട്ട്മെന്റ്, ഇന്റർവ്യൂ ആൻഡ് സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഇൻഡക്ഷൻ പ്രോസസ്, പൊസിഷനിങ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇവാലുവേഷൻ ആൻഡ് അപ്രൈസൽ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് എ പേഴ്സൺ ടു എ ജോബ്. ഒരു ജോലിയിലേക്ക് ഒരു പുതിയ ആളെ പ്രവേശിപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഡക്ഷൻ നമ്മൾ ആ ഇതിനകത്ത് പറഞ്ഞല്ലോ, ഇവിടെ കണ്ടുണ്ടായില്ലേ ഇൻഡക്ഷൻ.
ഈ നമ്മുടെ മാനുവലിനകത്ത് ഉണ്ടായല്ലോ ഈ വേറെ പറഞ്ഞതുപോലെ സൂപ്പർവൈസ്ഡ് പറഞ്ഞത് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? അടുത്തിലേക്ക് പോവാലോ. ഇൻക്ലൂഡിങ് എ പേഴ്സൺ ടു എ ജോബ്, അതാണ് കേട്ടോ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, യെസ്, 8th പോയിന്റോ? 8th പോയിന്റിൽ ഉണ്ടെന്ന്. ഓക്കെ, അതന്നെ എവിടെയോ ഞാൻ അത് പറഞ്ഞതുപോലെ തോന്നി. അതന്നെ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ. ആദ്യത്തെ ഭാഗം മാത്രമേ നോക്കിയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ നമ്മള് പറഞ്ഞത് അപ്പൊ HR മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതിന്റെ നമ്മുടെ ഹോസ്പിറ്റൽസിലുള്ള പ്രാധാന്യം, അതോടൊപ്പം തന്നെ HR മാനുവൽ ബേസ് ഡോക്യുമെന്റ്, അതൊരു ബേസ് ഡോക്യുമെന്റ് ആണ് റിഗാർഡിംഗ് ഹാൻഡ്ലിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു ഹ്യൂമൻ റിസോഴ്സുകളെ നമ്മുടെ ഓർഗനൈസേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അതിനെ സംബന്ധിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഡാറ്റാബേസ്, ഒരു ബേസ് ഡോക്യുമെന്റ് എന്നോ അല്ലെങ്കിൽ ഒരു ബൈബിൾ എന്നോ ഒരു ഡിക്ഷണറി എന്നോ ഒരു ഗൈഡ് ലൈൻ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡോക്യുമെന്റ്, ഓതന്റിക് ഡോക്യുമെന്റ് ആണ് HR മാനുവല്. അതിന്റെ കണ്ടന്റുകൾ പറഞ്ഞു നമ്മള്. പിന്നെ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫേസസ് ഓഫ് HR ആണ്. HR-ന്റെ ഘട്ടങ്ങളാണ് അല്ലെങ്കിൽ തലങ്ങളാണ്. ഫേസസ്, PHASES എന്നുള്ള സ്പെല്ലിംഗ് ആണ് കേട്ടോ, F അല്ല. ഓക്കെ, അപ്പൊ ഫേസസ് ഓഫ് HR-ന്റെ ഫേസസ് എന്തൊക്കെയാണ്, എന്താണ് HR-ന്റെ ഘട്ടങ്ങൾ? പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് എന്താ പറയാ അതിന്റെ ഫേസസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4ആയിട്ടാണ് ഈ ഫേസസ് ഓഫ് HR ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. They are pre-recruitment, then recruitment, then post-recruitment and post-exit എന്നാണ് കേട്ടോ. എക്സിറ്റ് ആണ്, EXIT. S ഇല്ല അവിടെ, ഒരു S സ്പെല്ലിംഗ് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് കളയണം. എക്സിറ്റ് ആണ്. അപ്പൊ HR-ന്റെ ഫേസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ 4 പോയിന്റുകൾ എഴുതിയിട്ട് വെച്ചേക്കാം. 4 ഫേസസ് ആണ്. പ്രീ റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ് ആൻഡ് പോസ്റ്റ് എക്സിറ്റ്. ഇങ്ങനെ 4ആയിട്ട് നമ്മളുടെ ഫേസസ് ഓഫ് HR ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് നമ്മൾ പറയാം. അപ്പൊ 4 പോയിന്റ് ടിക്കറ്റ് വെച്ചേക്കട്ട, ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രീ റിക്രൂട്ട്മെന്റ്. എന്താ പ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? റിക്രൂട്ട്മെന്റ് നടക്കുന്നതിന് തൊട്ട് മുന്നേ ആണോ? പ്രീ ഡിഗ്രി എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മള് അല്ലെ. പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രിക്ക് തൊട്ട് മുന്നുള്ളത്. പണ്ട് +2 പകരം ഇന്ന് നമ്മളതിനെ +2 ഒരു തലമാണ്. ഇന്ന് അതിന്റെ പേര് മാറി. അതിന് മുമ്പ് പണ്ടൊക്കെ അത് ഉപയോഗിച്ചിരുന്നത് പ്രീ ഡിഗ്രി. ദാറ്റ് മീൻസ് ബിഫോർ ഡിഗ്രി, ഡിഗ്രിക്ക് മുമ്പുള്ള കോഴ്സ്. അതിനെയാണ് നമ്മൾ പ്രീ ഡിഗ്രി. പ്രീ മീൻസ് മുൻപുള്ളത് എന്നർത്ഥം. അപ്പൊ ഇവിടെ എന്താ? പ്രീ റിക്രൂട്ട്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ബിഫോർ ദ റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റിന് മുമ്പ്. ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു എംപ്ലോയിനെ പുതിയതായിട്ട് ജോലിക്ക് എടുക്കുന്നത് അല്ലെ. പക്ഷെ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് there are some steps. അതായത് പ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് which initially starts with the human resource manager അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒന്നില്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് നിങ്ങളെയോ അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ മാനേജറെയോ ഈസ് ഇന്റിമേറ്റഡ്. എന്ത് ചെയ്യുന്നു? അറിയിക്കുന്നു. എന്തറിയിക്കുന്നു? ആരറിയിക്കുന്നു? ഇന്റിമേറ്റഡ് ബൈ ദ ഹെഡ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. എന്തിനെ സംബന്ധിക്കുന്നത്? ദാറ്റ് മീൻസ് ദ വേരിയസ് വേക്കൻസീസ് കൺസേൺ വിത്ത് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ അവിടെ എത്ര വേക്കൻസീസ് ഉണ്ട്, ഇന്ന സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര വേക്കൻസി വന്നിട്ടുണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഇത്ര വേക്കൻസികൾ ഉണ്ട് എന്ന് പ്രോപ്പർ ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജറെയോ അല്ലെങ്കിൽ ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെയോ എന്ത് ചെയ്യുന്നു? നേരത്തെ കൂട്ടി അറിയിക്കുന്നു. അപ്പൊ അത് റിക്രൂട്ട്മെന്റിന് മുന്നുള്ള പ്രോസസ് അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇന്നൊരു സ്ഥലത്ത് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞാലാണ് എന്ത് ചെയ്യുക? നമുക്ക് അവിടെ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ പ്രീ റിക്രൂട്ട്മെന്റ് ഇറ്റ് ഈസ് എ പ്രോസസ് സച്ച് ദാറ്റ്, അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മള് പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയാം. റിക്രൂട്ട്മെന്റിന് മുമ്പ് ഇതിനൊരു കാര്യം നടക്കുന്നുണ്ട് അവിടെ. എന്താ? ഇപ്പൊ ഇതൊരു ഓർഗനൈസേഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, PROന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും കോമൺലി ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ്.
നമുക്കിവിടെ പല പല കോഴ്സുകൾ നടക്കുമ്പോൾ ഇപ്പൊ ഇൻസഫിഷ്യന്റ് ആയിട്ട് ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ല, ഇങ്ങനെയൊക്കെ നമ്മള് ടൈംടേബിളൊക്കെ രൂപീകരിക്കുമ്പോൾ ടീച്ചേഴ്സ് കുറവാണെങ്കിൽ അപ്പൊ ആ ടീച്ചേഴ്സിനെ നമുക്ക് പുതിയതായിട്ട് വേണം, അല്ലേ വേണ്ടേ? പുതിയ ടീച്ചറിനെ അവിടെ ഇടണം. കാരണം ഉള്ള ടീച്ചേഴ്സ് നമുക്കിപ്പോ എന്താ പറയാ എല്ലാവരും പാക്ഡ് ആണ്, അവർക്ക് കൊടുക്കാനായിട്ട് ഇനി അവേഴ്സോ അല്ലെങ്കിൽ അവർക്ക് ഇനി എക്സ്ട്രാ കൊടുക്കാനായിട്ട് ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വി ഹാവ് ടു അപ്പോയിന്റ് ന്യൂ വൺ, പുതിയ ടീച്ചേഴ്സിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യണം ആസ് എ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു ടീച്ചേഴ്സിന്റെ ഒഴിവുണ്ട്, മീൻസ് ഇവിടെ കുറവുണ്ട്, നമുക്ക് ബാക്കിയുള്ളവർക്കായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രകാരം നമുക്ക് അങ്ങനെ ഇടാനായിട്ട് പറ്റുന്നില്ല. സോ ഐ ഷുഡ് ഇൻഫോം ദിസ് ടു ദ മാനേജ്മെന്റ്. നമ്മൾ ഇതാരെ അറിയിക്കണം, നമ്മുടെ മാനേജ്മെന്റിനെ അറിയിക്കണം. ഇവിടെ അത്ര വലിയൊരു ഓർഗനൈസേഷൻ അല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല, അല്ലെ? പോകെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. അപ്പൊ ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പഠിച്ചതാ ഡിപ്ലോമയില് എത്ര ഡിപ്പാർട്ട്മെന്റുകൾ ആ ഒരു ഹോസ്പിറ്റൽസിലുള്ളത്. അപ്പൊ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റില് ഇഫ് ദർ അറൈസ് എ വേക്കൻസി, അവിടെ ഒരു വേക്കൻസി ഉടലെടുക്കുമ്പോ എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദിസ് ഹോസ്പിറ്റൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇത് ആരെ അറിയിക്കണം? ഒന്നല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, അവരെയാണ് തീർച്ചയായും അറിയിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇൻ കേസ് അങ്ങനെ ഒരാൾ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെപ്പാവണിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ദേ ഷുഡ് ബി പ്രോപ്പർലി ഇന്റിമേറ്റഡ് ടു ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ആരെ അറിയിക്കണം? ജനറൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെ അറിയിക്കണം. അപ്പൊ നമ്മളുടെ റിക്രൂട്ട്മെന്റിന് മുന്നേ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് വിളിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഒരു സെന്റൻസ് ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാ, ഒരു സെന്റൻസ് പറഞ്ഞത് ശരിയാണോ എന്ന്, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ വായിക്കേ, ക്ലിയർ ആയോ എന്ന് നോക്കുക. പറഞ്ഞതും അവിടെ കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് നോക്കുക. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ വേക്കൻസികൾ ഉണ്ടോ, അതായത് റിക്രൂട്ട്മെന്റിന് മുൻപും പല പ്രോസസ്സും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് വിളിക്കുക. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്തൊക്കെ ഒഴിവുകളുണ്ടോ അവിടുത്തെ ഹെഡുകള്, HOD എന്ന് നമ്മൾ പറയും, ആ ഹെഡുകള്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ഇൻഫോം ഓർ ഇന്റിമേറ്റ് ദ വേക്കൻസി ടു ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ സ്ലാഷ് ഇട്ടുണ്ടോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിനെയോ അറിയിച്ചിരിക്കണം. അവിടെ നിന്നാണ് റിക്രൂട്ട്മെന്റിന് മുന്നുള്ള പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടോ? ക്ലിയർ ആണെങ്കിൽ പറയാം, ആർക്കെങ്കിലും മനസ്സിലാവാത്തത് എന്തെങ്കിലും പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഇപ്പൊ നമ്മളൊന്ന് നോക്കുക. അപ്പൊ അങ്ങനെയുള്ള വേക്കൻസി ഉണ്ടെങ്കിൽ അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് അവിടുത്തെ ഹെഡിനെ അറിയുള്ളൂ. വലിയ വലിയ കോളേജസ് ഒക്കെ നടക്കുന്നത്, അവിടെ മാത്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇഫ് എനി വൺ ഡിപ്പാർട്ട്മെന്റ് റിക്വയർസ് എനി അഡീഷണൽ ടീച്ചേഴ്സ്, അവിടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ടീച്ചേഴ്സിന്റെ എണ്ണം കുറഞ്ഞു, അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ടീച്ചറെ പെട്ടെന്ന് കുറച്ച് നാളേക്ക് അവധിയിൽ പോയി, അത് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയ്ക്ക് ആ ആളത് മനസ്സിലാക്കുകയും അത് പ്രോപ്പറായിട്ട് ഇന്റിമേറ്റ് ചെയ്യണം അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റിലേക്ക്. HR ഒക്കെ ഇന്ന് ഹോസ്പിറ്റൽസിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരം ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരത് വേഗം അറിയിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ആ ഡിപ്പാർട്ട്മെന്റിൽ പല ജോബുകളും അവിടെ ഇങ്ങനെ ലാഗായിട്ട് കിടക്കും, അല്ലെ? അവിടെ പ്രോപ്പറായിട്ട് ആ രീതിയിൽ അവിടുത്തെ എന്താ പറയാ പെൻഡിങ് ആയിട്ട് ആ ജോലി അവിടെ കിടക്കും, അല്ലെ? ഇപ്പൊ ഒരു ടീച്ചറിനെ കയറ്റാൻ പറ്റില്ല, ആ ടീച്ചർക്ക് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ അവിടെ പെൻഡിങ് ആയി കിടക്കും. അത് എടുക്കാനായിട്ട് ക്ലാസ്സിൽ കയറി എടുത്താലല്ലേ അത് തീർന്നു പോകുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ ഒക്കെ ടോപ്പിക്സ് തീർന്നു പോവുകയും ആ ഒരു ടോപ്പിക് അവിടെ ആരും എടുക്കാനില്ലാതെ എന്ത് ചെയ്യുന്നു, അതവിടെ കിടക്കുകയും ചെയ്യും, അല്ലെ? നമ്മളൊന്ന് കോമൺ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി, അപ്പൊ നമുക്ക് മനസ്സിലാവും അത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ന്യൂലി സ്റ്റാർട്ടഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്പർ ഓഫ് വേക്കൻസീസ്. ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരുപാട് വേക്കൻസി ഉണ്ടായിരിക്കും, അല്ലെ? നമ്മുടെ ഈ ലുലു ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഒരുപാട് പരസ്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട്. അതായത് അവിടുത്തെ നിയറസ്റ്റ് ഇത്ര അറൗണ്ട് ഒരു ഇതിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് അപേക്ഷിക്കാവുന്ന ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടിയ ഒരു സംരംഭം, ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ലുലു എന്ന് പറയുന്നത് അത്തരം കാലഘട്ടത്തിൽ. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്ന നമുക്കുള്ള കഴിവുകളെ നമ്മൾ തന്നെ വേണ്ടാന്ന് വെച്ച് അല്ലെങ്കിൽ എന്താ പറയാ ഉപയോഗപ്പെടുത്താതെ നമ്മുടെ ഇക്കോണമിക്ക്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മളായിട്ട് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാതെ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം, അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ കഴിവുകള്, നമ്മളുടെ അറിവുകള് നമ്മൾ
പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ ഇക്കോണമിക്ക് വേണ്ടി, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായി? അതുപോലെ ഒരുപാട് അപ്പൊ എന്ത് ചെയ്തു, കൂട്ടത്തോടെ കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് വിൽ ബി നമ്പർ ഓഫ് സെവറൽ വേക്കൻസീസ്, ഒരുപാട് വേക്കൻസീസ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടായിരിക്കും. അത് സിമിലർലി പക്ഷെ മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കി അതുപോലെ തന്നെയാണെങ്കിൽ നമ്മളൊരു റണ്ണിങ് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലോ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, പക്ഷെ ഇപ്പൊ നിലവിലൂടെ ഉണ്ട് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ അവിടെ ഓൾറെഡി അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എന്തുണ്ടായിരിക്കും, സ്റ്റാഫുകളും എംപ്ലോയീസും ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് ദർ വിൽ ബി സം ഷോർട്ടേജ് ഓഫ് എംപ്ലോയീസ്. ഇതുപോലെയുള്ള ആളുകളുടെ ചില എണ്ണത്തിൽ ചിലപ്പോൾ ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് എല്ലാവരും കൂടി കൂട്ടത്തോടെ വായിക്കൊന്നും പോകാൻ സാധ്യതകളില്ല ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒപ്പം എന്താ പറയാ യൂണിയനൊക്കെ രൂപീകരിച്ച് ട്രേഡ് യൂണിയൻ സിദ്ധാബാദൊക്കെ വിളിച്ച് എല്ലാവരും കൂടി പുറത്തോട്ട് വർക്ക് ചെയ്യാതൊക്കെ നോക്കിയിരിക്കും അല്ലെ. ഇന്ന് അത്രയും ഇല്ല. കാരണം എന്താ, ഇതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ ഒരു സൗണ്ട് റിലേഷൻഷിപ്പ് വിതിൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി തമ്മിലുള്ള ഒരു സൗണ്ട് റിലേഷൻ ഒക്കെ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഇല്ലാത്തത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ഒരു റണ്ണിങ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന് അവിടെ എക്സിസ്റ്റിംഗ് സ്റ്റാഫിന്റെ അഭാവം, അവിടെ ചിലപ്പോൾ എന്തെങ്കിലും പല കാരണങ്ങളാല് എന്താ പറയാ റിട്ടയർ ചെയ്ത് പോയതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റെസിഗ്നേഷൻസ് റിസൈൻ ചെയ്ത് പോയതോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ ആളുകളൊക്കെ പോകും. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ ദർ വിൽ ബി ഷോർട്ടേജ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, നിലവിലുള്ള സ്റ്റാഫിന്റെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടായിരിക്കും. അതേസമയം അങ്ങനെ ഇനി മാത്രമല്ല കേട്ടോ, ഇഫ് ദേ ആർ ഇൻക്ലൂഡിങ് അഡീഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റൽ തന്നെ നിലവിലുള്ള ഹോസ്പിറ്റലില് പുതിയ അഡീഷണൽ ആയിട്ട് കുറെ ഡിപ്പാർട്ട്മെന്റുകൾ കൂടി കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ അതും കൂടി ഉണ്ട് കേട്ടോ, അവർ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്ന് അല്ലെ. പുതിയ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. അതായത് മറ്റുള്ള ഹോസ്പിറ്റൽസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള മറ്റൊരു രീതിയാണ് പുതിയ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരാം. സോ അഡീഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് വിൽ ബി ഇൻക്ലൂഡഡ്. ഹോസ്പിറ്റൽസിൽ പുതിയ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റാഫിന്റെ ആവശ്യം വേണ്ടി വരും. അല്ലെങ്കിൽ സബ് യൂണിറ്റുകൾ തുടങ്ങി. ഇപ്പൊ ഇതൊരു വലിയൊരു ഹോസ്പിറ്റല്, അതിന്റെ ഒരു ചെറിയൊരു ബ്രാഞ്ച് പോലെ വേറെ സ്ഥലങ്ങളിലോ എവിടെയെങ്കിലൊക്കെ തുടങ്ങി. അപ്പൊ അവിടെ സ്റ്റാഫിന് ആവശ്യം വരും. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ട സ്റ്റാഫിനെ നമുക്ക് ഇൻക്ലൂഡ് അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ് പോലെ, വലിയ ഹോസ്പിറ്റൽ ഒന്നുമല്ല, ചെറിയൊരു യൂണിറ്റ് പോലെയൊക്കെ തുടങ്ങി. അപ്പൊ ഓപ്പണിംഗ് ഓഫ് സച്ച് സബ് യൂണിറ്റ്സ് അല്ലെങ്കിൽ സം അഡീഷണൽ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ്, അഡീഷണൽ ആയിട്ട് നമ്മൾ കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ ആഡ് ചെയ്യുന്നു. അഡീഷണൽ ഫെസിലിറ്റി, എന്തെങ്കിലും മറ്റ് അഡീഷണൽ സൗകര്യം അത്തരം ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ സബ് യൂണിറ്റിൽ കൊണ്ടുവരുന്നു ഒക്കെ എടുത്തു വെച്ചു. ന്യൂ എംപ്ലോയീസ്. അപ്പൊ നമുക്ക് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ഇനിയും കൂടുതൽ എംപ്ലോയീസിന് വേണ്ടി വരുന്ന മറ്റൊരു സാഹചര്യമാണ് ഓപ്പണിംഗ് ഓഫ് സാറ്റലൈറ്റ് സെന്റേഴ്സ്. ഈ സാറ്റലൈറ്റ് സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാറ്റലൈറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇവിടെ ആ സാറ്റലൈറ്റ് സെന്റർ അല്ല, അതായത് ഓപ്പണിംഗ് ഓഫ് സം ബ്രാഞ്ച് ഓഫീസസ്, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ മെയിൻ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ചില യൂണിറ്റുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായോ? ഒരു ബ്രാഞ്ച് പോലെ. ഓക്കെ, അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് സെന്റേഴ്സ് വിളിക്കുക. അപ്പൊ വലിയ ഓർഗനൈസേഷൻസ് അവരുടെ സാറ്റലൈറ്റ് സെന്ററുകൾ പല സ്ഥലങ്ങളിലും ഓപ്പൺ ആക്കും. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ആ ഒരു ബിസിനസ് മറ്റ് പ്രദേശങ്ങളിലേക്കും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ അത്തരം യൂണിറ്റുകളിലും എന്ത് വരും, ആളുകൾ ആവശ്യം വരില്ല. അപ്പൊ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓപ്പൺ ആക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ പോലെയൊക്കെ ഓപ്പൺ ആക്കുന്നത് ആകാം. പിന്നെ അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചേഴ്സ്, വേറെ കമ്പനികളൊക്കെ ആയിട്ട് കൂടി ചേർന്നിട്ടൊക്കെ ഒരുമിച്ച് അങ്ങനെ ആകാം. അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള മറ്റ് സെന്റേഴ്സും ഓപ്പൺ ആകുന്നത് കൊണ്ടാകാം. ഇങ്ങനെയുള്ള കാരണങ്ങളാലൊക്കെ എന്ത് വരുന്നുണ്ട്, വിൽ റിക്വയർ എ നമ്പർ ഓഫ് എംപ്ലോയീസ്. അവിടേക്ക് പുതിയ ആളുകളെ എന്താ പറയുക എംപ്ലോയീസിനെ ആവശ്യം വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിനെ, ആ ഒരു മാനേജ്മെന്റിനെ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ പ്രോപ്പർ ചാനൽസ്. അവരെ അത് അറിയിക്കണം. ആരെ അറിയിക്കണം? ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കണം. ഒഴിവുകള് എവിടെ യൂണിറ്റ് തുടങ്ങിക്കോട്ടെ, എവിടെ ബ്രാഞ്ച് ഓപ്പൺ ആക്കിക്കോട്ടെ, എവിടെ സാറ്റലൈറ്റ് സെന്റേഴ്സ് ഓപ്പൺ ആക്കിക്കോട്ടെ, wherever necessary it should be intimated to the HR manager through proper channels. അത് കൃത്യമായ വഴികളിലൂടെ, ചാനൽസിലൂടെ ആരെ അറിയിക്കണം? HR മാനേജറിനെ. ഇത് ഒഴിവുണ്ടെന്ന് അങ്ങോരറിയാതെ യാതൊരു കാര്യം നടക്കില്ല. മാനേജറിനെ ഇൻഫോം ചെയ്യണം. പ്രോപ്പർ ചാനലിലൂടെ തന്നെ
വ്യക്തമായ കൃത്യമായ ചാനലിലൂടെ അറിയിക്കാണ്ടും പറ്റില്ല. അല്ലെങ്കിൽ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറഞ്ഞേക്കിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. പ്രോപ്പർ ചാനൽ ഏത് രീതിയിലാണോ അത് HR മാനേജറിലേക്ക് ആ ഒരു ഇന്റിമേഷൻ, ഇന്ന സ്ഥലത്ത് ഇവിടെ ഇന്ന ബ്രാഞ്ച് തുറന്നത്, സോ അവിടെ ഇത്ര എന്താ പറയാ സ്റ്റാഫ് എംപ്ലോയീസിന് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പ്രോപ്പർ ചാനലിലൂടെ HR മാനേജറിലേക്ക് ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ ഇതെല്ലാം പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്നതാണ്. റിക്രൂട്ട്മെന്റിന് ശേഷമുള്ള ഇതെല്ലാം നടക്കുന്നത് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് HR മാനേജറിന്റെ അടുത്ത് വരെ എത്തണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായെന്ന് പറയുന്ന ആൾ പോയാ? ഓക്കെ, യെസ്. ഒന്ന് വായിച്ചു നോക്കിയെന്ന് ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. യെസ്, പ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഹെഡിൽ വന്നിരിക്കുന്ന ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാം. സിമ്പിൾ ആണ് കാര്യം, വളരെ സിമ്പിൾ കാര്യമാണ്. കുറച്ച് സെന്റൻസിന് വലിപ്പം കൂടുതൽ മാത്രമേ ഉള്ളൂ. കാരണം നമ്മള് അടുത്ത ലെവലിലേക്കല്ലേ കയറിയേക്കണേ. ഡിപ്ലോമ അല്ലല്ലോ, PG ആയില്ലേ. അപ്പൊ ഇച്ചിരി സെന്റൻസിന്റെ നീളം കൂട്ടിന്ന് മാത്രം. ബട്ട് സിമ്പിൾ ആണ്, വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നിലവിലുള്ള സ്റ്റാഫുകളുടെ എണ്ണം കുറഞ്ഞാലും എംപ്ലോയീസിന് കൂടുതൽ ആവശ്യം വരും. പിന്നെ ഒരു കാര്യം കൂടിയാണ്, when the patient range is on the higher side, പേഷ്യന്റിന്റെ എണ്ണം കൂടിയാലും കേട്ടോ അപ്പോഴും നമുക്ക് കൂടുതൽ എംപ്ലോയീസിന് ആവശ്യം വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? പെട്ടെന്ന് കൊറോണ ടൈമില് ഹോസ്പിറ്റൽസിലൊക്കെ അന്നേരം എന്താ പറയാ വെറുതെ കുറെ നമ്മളുടെ എന്താ പറയാ ഈ നഴ്സിംഗ് ഒക്കെ പഠിച്ച ആളുകളൊക്കെ ആ സമയങ്ങളിലൊക്കെ കുറെ പേരൊക്കെ ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്നിരുന്നു, ജോലിയൊന്നും കിട്ടാതെ. ഞാൻ പുറത്തേക്കൊക്കെ ജോലിക്ക് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ നാളൊക്കെ ആളുകൾ ചിലപ്പോ എന്തെങ്കിലും പല കാരണങ്ങൾ പല റീസൺസ് കൊണ്ട് എന്താ പറയാ ജോലി പകുതി വെച്ച് മതിയാക്കിയിട്ട് കുറെ ഇങ്ങനെ ഇരുന്നവരൊക്കെ ഉണ്ട്. അത്തരം കൊറോണ വന്നപ്പോഴില്ലേ, കോവിഡ് വന്നപ്പോ ഒത്തിരി ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അടക്കം കുറെ ആൾക്കാരെ വേഗം ജോലിക്ക് എടുത്തു. അങ്ങനെ നഴ്സസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ അറിയാവുന്നവരെ കൊണ്ടൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് ഹോസ്പിറ്റൽസിൽ ജോലി കൊടുത്തു. മനസ്സിലായോ? അന്നേരം അവിടെ മറ്റു കാര്യങ്ങളൊന്നും നോക്കിയില്ല. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊരു ജോലി നേടാനായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് ഒരാളെ റിക്രൂട്ട്മെന്റ് നടത്തുക. പക്ഷെ അന്നേരം അതൊന്നും നോക്കിയില്ല. ബിക്കോസ് ദേ നീഡ് സം എംപ്ലോയീസ്. അന്നേരം അവർക്ക് ആവശ്യം ജോലിക്കാരെയായിരുന്നു ടു ട്രീറ്റ് ഓൾ ദീസ് പേഷ്യൻസ്. ഒത്തിരി പേഷ്യൻസിന്റെ എണ്ണം ഇങ്ങനെ കൂടി വന്നപ്പോ അത്തരം എന്താ പറയാ ഹോസ്പിറ്റൽസിലൊക്കെ ഒരുപാട് തിക്കും തിരക്കും പല ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ അവിടെയുള്ള സ്റ്റാഫ് സഫീഷ്യന്റ് ആയിരുന്നില്ല. സോ ദാറ്റ് അവരെന്ത് ചെയ്തു, അത്തരം ഒരു ചെറിയ താൽക്കാലിക ടെമ്പററി ആയിട്ടുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തിയിരുന്നു. അത് നമുക്ക് മുന്നിൽ നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചു നോക്കിയിട്ട് സോ അണ്ടർലൈൻ ചെയ്താലോ? ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇനീഷ്യലി സ്റ്റാർട്ട്സ് when the HR manager or administrator is intimated by the head of the department of concerned department regarding a particular vacancy or a fleet of vacancies. ഓരോ വേക്കൻസിയോ അല്ലെങ്കിൽ ഫ്ലീറ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വേക്കൻസികളോ കൂട്ടമാണ് കേട്ടാ. ഈ ഗ്രൂപ്പ്, ടീം, ഫ്ലീറ്റ്, ഫ്ലോക്ക്, ബഞ്ച് എന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡുകളാണ്. എവിടെയെങ്കിലൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയില്ല നമ്മൾ അല്ലെ. ചില കൂട്ടങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡുകൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് അത് തന്നെ പറയണം അല്ലെ. അങ്ങനെയല്ലേ? പാക്ക് ഓഫ് ബിസ്ക്കറ്റ് അങ്ങനെ പറയാൻ പാടുള്ളൂ അല്ലെ. ഗ്രൂപ്പ് ഓഫ് ബിസ്ക്കറ്റ് എന്നോ അല്ലെ എന്താ പറയാ അങ്ങനെയൊന്നും പറയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾക്ക് അങ്ങനെ നമ്മൾ
ഉപയോഗിക്കാൻ പാടില്ല. അതുപോലത്തെ ഒരു വേർഡാണ് ഫ്ലീറ്റ്. ഫ്ലീറ്റ് ഓഫ് വേക്കൻസീസ് മീൻസ് വേക്കൻസികളുടെ കൂട്ടം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കൺസേർട്ട് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അവിടുത്തെ ഹെഡ് HOD എന്ത് ചെയ്യണം, HR മാനേജറിനെയോ അഡ്മിനിസ്ട്രേറ്ററിനെയോ ആദ്യമേ തന്നെ അറിയിക്കണം. ആ ഒരു അറിയിക്കൽ തുടങ്ങുന്നതാണ് ഏത് പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയില്ലേ ഈ സെന്റൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ന്യൂലി സ്റ്റാർട്ടഡ് ഹോസ്പിറ്റൽസിന് സെവറൽ വേക്കൻസീസ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ടായിരിക്കും, ആ ഒരു സെന്റൻസും. അതേസമയം ഒരു റണ്ണിങ് ഹോസ്പിറ്റൽ ആണെങ്കിൽ വേക്കൻസീസ് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഷോർട്ടേജ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. അതൊക്കെ ആൻസർ ആയിട്ട് വരുന്ന രീതിയിൽ എക്സിസ്റ്റിംഗ് സ്റ്റാഫ് കുറയുന്നത് കൊണ്ട് പേഷ്യന്റ് റേഞ്ച് ഈസ് ഓൺ ഹയർ സൈഡ്, പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട്, അല്ലെങ്കിൽ ഡ്യൂ ടു ഗ്രൂപ്പ് റെസിഗ്നേഷൻസ്, കുറച്ച് അധികം പേര് കൂടുതലായിട്ട് ഒരുമിച്ച് റിസൈൻ ചെയ്യുന്നത് കൊണ്ട്, ടെർമിനേഷൻസ് കുറെ, നാഷണൽ കോസ്, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേക നാഷണൽ ദേശീയപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒക്കെയാണ് ആളുകൾ അങ്ങനെ എണ്ണം കുറയും, വേക്കൻസീസ് കൂടുതൽ വരാനുള്ള സാധ്യതകൾ. ഇതിന്റെ കാരണങ്ങളാണ് കേട്ടോ പറയുന്നത്. വേക്കൻസീസ് ക്യാൻ അറൈസ് ഇൻ എ റണ്ണിംഗ് ഹോസ്പിറ്റൽ, വേക്കൻസീസ് ക്യാൻ അറൈസ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ കോസ് വരെയുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. നാഷണൽ കോസ്. ഓക്കെ, പിന്നെയും ഉണ്ട് കാരണങ്ങള്. മൾട്ടിപ്പിൾ അഡീഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ്, കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ കൊണ്ടുവരുന്നത് കൊണ്ട്, അഡീഷണൽ ഫെസിലിറ്റി കൊണ്ടുവരുന്നത് കൊണ്ട്, സബ് യൂണിറ്റുകൾ വരുന്നത് കൊണ്ട്, ഓപ്പണിംഗ് ഓഫ് സാറ്റലൈറ്റ് സെന്റേഴ്സ്, ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അറിഞ്ഞിരിക്കാൻ നോക്കുന്നതൊക്കെ നമുക്ക് വേഗം തന്നെ മനസ്സിലാകും വായിച്ചാൽ തന്നെ, അല്ലേ? പാരഗ്രാഫിനകത്ത് ഒരുവിധം കൂടുതൽ കാര്യങ്ങള് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുണ്ട്. ഓക്കെ, ഇനി whatever the reason and however the vacancies arise, however whatever ഒന്നും വേണ്ട. എന്താ പറയാ, the vacancies arise due to any of reasons. The HR manager has to be intimated through proper channels. Our sentence കൂടെ അണ്ടർലൈൻ ചെയ്യുക. റീസൺ അണ്ടർലൈൻ ചെയ്തോ, കുഴപ്പമില്ല. ഏത് കാരണങ്ങളായാലും, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ വേക്കൻസി ഉണ്ടായാലും അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഏത് കാരണങ്ങൾ കൊണ്ടാണോ വേക്കൻസി ഉണ്ടായത് അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല. പക്ഷെ ആ ഒരു വേക്കൻസി ഉണ്ടായ കാര്യം അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് HR മാനേജറിനെ പ്രോപ്പർ ചാനലിലൂടെ അറിയിക്കണം എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അടുത്തത് റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ. അതായത് റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ടാലന്റ് അക്വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു കഴിവുള്ള ആളെ ജോലിക്ക് വേണ്ടിയിട്ട് എടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അപേക്ഷ. പുതിയ ഒരു ജോലിക്കാരെ ജോലിക്ക് എടുക്കുന്നതുമായിട്ടുള്ള ഒരു അപേക്ഷ, അതിനെയാണ് നമ്മൾ റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ എന്ന് വിളിക്കാം. ഓൾ ദ എക്സിസ്റ്റിംഗ്, ഏത് തരത്തിലുള്ള വേക്കൻസീസ്, എങ്ങനെയുള്ള വേക്കൻസീസ് ഉണ്ടായാലും, അത് ഇപ്പൊ രണ്ട് രീതിയിലുണ്ട് വേക്കൻസീസ്, ബോത്ത് റുട്ടീൻ ആൻഡ് അർജന്റ് ആൻഡ് ഓൾസോ ഫ്യൂച്ചർ. അതായത് ഈ മൂന്ന് രീതിയിലാണ് കേട്ടോ നമ്മളുടെ എന്താ പറയാ വേക്കൻസീസിന്റെ ഒരു സ്റ്റൈല് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് റുട്ടീൻ ആൻഡ് അർജന്റ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ വേക്കൻസീസ്. റുട്ടീൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആ ഒരു എന്താ പറയാ ഡെയിലി ഉണ്ടാകുന്ന വേക്കൻസീസ്. പിന്നെ ഫ്യൂച്ചർ വേക്കൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഭാവിയിൽ വരാനിരിക്കുന്ന വേക്കൻസി. ഇന്ന ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ ഇന്നൊരു മാസത്തില് ഇന്ന എംപ്ലോയി അവിടുന്ന് റിട്ടയർ ചെയ്യും, അല്ലെങ്കിൽ അവിടുന്ന് ലീവ് ചെയ്യും, ആ ഓർഗനൈസേഷൻ വിട്ട് പോകുന്നു എന്ന് നമുക്കൊരു ഇന്റിമേഷൻ അവരെ അറിയിച്ചിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ജോലി നിർത്തുകയാണ് എന്ന് നമ്മൾ പെട്ടെന്നല്ല വന്നിരുന്ന് പറയേണ്ടത്. ഇന്ന് നാളെ കഴിഞ്ഞാൽ വരില്ലല്ലോ, അങ്ങനെ പറയുന്നത് ശരിയാണോ? ശരിയായ രീതിയാണോ? നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലെ, സഡൻലി നമ്മൾ വന്നിട്ട് പറയാണ് നാളെ മുതൽ ഞാൻ വരില്ല. ഇറ്റ് എന്താ പറയാ, ഒരു നല്ലൊരു രീതിയാണോ? നല്ല രീതി ആയിരിക്കും അത്? ആണോ അല്ലേ? ഞാൻ പറയാം, ആണോ? നിങ്ങളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആണോ എന്ന് ചോദിക്കണേ എന്ന് പറയുന്നതിനാ അവിടെ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അത് ശരിയായ രീതിയല്ല. സോ ഐ ഷുഡ് മേക്ക് സം ഇൻഫർമേഷൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ മേക്ക് ദം നോട്ടീസ്ഡ്. അത് ആരെ അറിയിക്കണം? മാനേജ്മെന്റിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ പറയുന്ന ആളുകളെ അറിയിക്കണം നേരത്തെ തന്നെ. ചിലപ്പോ ഒരാഴ്ച മുമ്പോ, ചിലപ്പോ ഒരു മാസം മുമ്പോ. നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോ ജോലിക്ക് എളുപ്പുന്ന ആളുകളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ പല രീതിയിലുണ്ട്. ഓക്കെ, എല്ലായിടത്തും നമുക്ക് എപ്പോഴും ആ പറയുന്ന ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ടുള്ള ആളെ നമുക്ക് അവിടെ റെഡിയാക്കി വെക്കാനൊന്നും പറ്റില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഇന്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം വേക്കൻസീസ്, അപ്പൊ
നമുക്ക് അറിയാം ഇന്ന സ്ഥലത്ത് ഇന്ന ആള് റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആള് അടുത്ത മാസം അറിയില്ല. സോ വി ഹാവ് ടു ഫിൽ ദാറ്റ് ഗ്യാപ്പ്. ആ ഒരു വേക്കൻസി, ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്യണം. അപ്പൊ ആ ഒരു ആളെ കൂടി നമ്മൾ മുന്നിൽ കണ്ടിട്ട് ഉള്ള റിക്രൂട്ട്മെന്റ് നടത്തും. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിലുള്ള വേക്കൻസി ആയിക്കോട്ടെ, റുട്ടീൻ ആൻഡ് അർജന്റ് ഇപ്പൊ തന്നെ പെട്ടെന്ന് ആവശ്യമുള്ള വേക്കൻസി ആയിക്കോട്ടെ, ഏത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേക്കൻസി ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി നോട്ടിഫൈഡ് ടു ദ HR മാനേജർ ഓർ അഡ്മിനിസ്ട്രേറ്റർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് തരത്തിലുള്ള വേക്കൻസി ആണോ ഇപ്പൊ വേണ്ടത്, അർജന്റ് ആയിട്ട് വേണ്ടതാണോ, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വേക്കൻസി അടുത്ത മാസം വേണ്ടതാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാർ ഇപ്പൊ എന്തായാലും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അർജന്റ് ആയിട്ട് വേണ്ടതുകൊണ്ട്. പക്ഷെ നമ്മൾ അന്നേരം അതുകൂടി പറയണം, അടുത്ത മാസം ഇന്ന ആള് അവിടെ ഉണ്ടാവില്ല, ആള് ഇവിടുന്ന് റിട്ടയർ ചെയ്യാണ് അല്ലെങ്കിൽ ഇവിടുന്ന് പോകാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം HR മാനേജറിനെയോ അഡ്മിനിസ്ട്രേറ്ററെയോ അറിയിച്ചിരിക്കണം. എങ്ങനെ അറിയിക്കണം? വാക്കുകൊണ്ടല്ല. ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം, അല്ലെ? റൈറ്റിംഗിൽ തന്നെ എഴുതിയാണ്. അതാണ് പ്രിഫറൻസ്. വെറുതെ പറഞ്ഞ പോലെ സർ അല്ലെങ്കിൽ മാനേജറിനോട് വന്നിട്ട് സർ അവിടെ ഇന്ന ആള് അടുത്ത മാസം അറിയില്ല, നെക്സ്റ്റ് വീക്ക് തുടങ്ങി ഹി വിൽ ബി ഓൺ ലീവ്, അല്ലെങ്കിൽ ഹി വിൽ ബി റിട്ടയറിംഗ്, അല്ലെങ്കിൽ ഹി വിൽ ബി റിസൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ പോരാ. അവിടെ എന്ത് ചെയ്യണം? അത് റിട്ടൺ ആയിട്ട് എന്ത് ചെയ്യണം? പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ. അതിനുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോം ഒക്കെ നമ്മൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, HR മാനുവലിൽ ഉണ്ട് പ്രിസ്ക്രൈബ്ഡ് ഫോംസ്. കണ്ടോ? എങ്ങാണ്ടുണ്ടായിരുന്നല്ലോ. വീണ്ടും ഞാൻ കാണുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്പർ പറയാം വേഗം. പ്രിസ്ക്രൈബ്ഡ് ഫോംസ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഇവിടെ, അല്ലേ? ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ ഉണ്ട്. പ്രിസ്ക്രൈബ്ഡ് ഫോംസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എഴുതി അവിടെ ആള് എന്ത് ചെയ്യണം? HR മാനേജറിയോ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെയോ അല്ലെങ്കിൽ ജനറൽ അഡ്മിനിസ്ട്രേറ്ററിനെയോ കാര്യങ്ങൾ അറിയിക്കണം അക്കോർഡിംഗ് ടു ദ HR മാനുവൽ. അപ്പൊ അവിടെ HR മാനുവലിൽ അതിനുള്ള പ്രിസ്ക്രിപ്റ്റ് ഫോം ഒക്കെ ഉണ്ട്. ആ ഫോമിലൊക്കെ കൃത്യമായിട്ട് ഇന്ന വേക്കൻസി ആണ്, ഇതിപ്പോ തന്നെ വേണ്ട വേക്കൻസി ഉണ്ട്, അപ്പൊ അല്ലാതെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള വേക്കൻസി ഇന്നതൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് അതിന്റെ ഇതില് നോട്ടീസ് ചെയ്തിരിക്കണം. HR-ലെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിനെ നോട്ടീസ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അങ്ങനെ വരുമ്പോൾ HR മാനേജർ ഹാസ് ടു ടേക്ക് സം സ്റ്റെപ്സ് ഫോർ ടാലന്റ് അക്വിസിഷൻ. അതിന് വേണ്ടിയിട്ട് അതൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് ഈ HR മാനേജർ പുതിയ ആളുകളെ ഫണ്ട് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഹയർ ചെയ്യാൻ പുതിയ ആൾക്കാരെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ജോലിക്കായിട്ട് എടുക്കാൻ പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് കിട്ടിയാൽ മാത്രമാണ്, ഈ ഒരു നോട്ടിഫിക്കേഷൻ HR മാനേജർക്ക് കിട്ടുമ്പോഴാണ് HR മാനേജർ അതിനുവേണ്ടിയുള്ള തെരച്ചിലുകൾ നടക്കുക. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ വേണം എന്നൊക്കെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. അവരുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് ഒക്കെ ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് അത് റിപ്പോർട്ടിംഗ് ഓഫീസറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും, റിപ്പോർട്ട് ചെയ്യണം ഓഫീസർക്ക്. ഓക്കെ, ഫോർ കൺഫേമിംഗ് ദ ജെനുവിനിറ്റി. ജെനുവിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെനുവിൻനെസ് തന്നെ, അതായത് അതിന്റെ കൃത്യത, പറഞ്ഞിരിക്കുന്ന വേക്കൻസി ഒക്കെ കൃത്യമാണോ, ശരിയാണോ, അത് ശരിയായ രീതിയിലുള്ളതാണോ എന്നൊക്കെ നോക്കണം. ആര്? HR മാനേജർ. ഇതൊക്കെ നോക്കിയതിനു ശേഷം ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ നടത്തും. ശരിയാണോ എന്നൊക്കെ അവിടെ ചെന്ന് നോക്കി അതായത് ഡിപ്പാർട്ട്മെന്റിലെ വേക്കൻസീസ് ഒക്കെ ശരിയാണെന്നൊക്കെ അവിടെ ചെന്നിട്ട് ഓഡിറ്റിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം ആൻഡ് ഓൾസോ അവരുടെ ആരാണ് ഈ ഒരു ഇന്റിമേഷൻ തന്നേക്കണേ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നേക്കണം, അവരുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ സിഗ്നേച്ചർ ഒക്കെ പരിശോധിച്ച് അതിന്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട്, കൃത്യത എത്രത്തോളം ഉണ്ടെന്ന് വെരിഫൈ ചെയ്യും. അത് HR മാനേജർ രണ്ടാമത് ചെയ്യുന്ന കാര്യമാണ്. ആദ്യം ആരാ ചെയ്യേണ്ടത്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേക്കൻസീസ് ഷുഡ് ബി നോട്ടീസ്ഡ് ടു ദ HR മാനേജർ ഓർ അഡ്മിനിസ്ട്രേറ്റർ ത്രൂ പ്രോപ്പർ ചാനൽസ്. എവിടെയൊക്കെ വേക്കൻസി ഉണ്ടോ, റുട്ടീൻ ആയിക്കോട്ടെ അതുപോലെ ഫ്യൂച്ചർ വേക്കൻസീസ് ആയിക്കോട്ടെ, അതാത് ഡിപ്പാർട്ട്മെന്റ് HR മാനേജറെ അറിയിക്കുന്നു അക്കോർഡിംഗ് ടു ദ HR മാനുവൽ. HR മാനുവലിന്റെ അകത്തുള്ള പ്രത്യേകം അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഫോം ഉണ്ട്. ആ ഫോമിലൂടെയാണ് അവരെ അറിയിക്കുക. ഈ ഫോം നമ്മളുടെ റിപ്പോർട്ടിംഗ് ഓഫീസറുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരത് നോക്കുന്നു, അത് വെരിഫൈ ചെയ്യുന്നു. അതിനകത്ത് ആരാണ്, ഏത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റുകാരാണ് അതിൽ സൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കി അതിന്റെ ജെനുവിനിറ്റി എന്ത് ചെയ്യും? ഉറപ്പാക്കുന്നു. ആൻഡ് ഇഫ് ദേ ഫൈൻഡ് ദാറ്റ് ദീസ് എന്താ പറയാ വേക്കൻസീസ് ആർ ഇൻടാക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് ഒക്കെ ശരിയാണ്, കറക്റ്റ് ആണ്. ഇൻടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് മറ്റ് കോ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ഒന്ന് കൺഫേം ചെയ്യും. എന്താ കോ ഡിപ്പാർട്ട്മെന്റ്? ഇപ്പൊ ഒരു എന്താ പറയാ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഒരു കോ ആണെന്ന് വിചാരിക്കും നമ്മുടെ ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കോ ആണ്. അപ്പൊ ഇഫ് ദർ ഈസ് സം എക്സസ് സ്റ്റാഫ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും എക്സസ് ആയിട്ട് കൂടുതലായിട്ടുള്ള വല്ല സ്റ്റാഫ് ഉണ്ടോ, അതാണ് കോ ഡിപ്പാർട്ട്മെന്റ്, സഹ ഡിപ്പാർട്ട്മെന്റുകൾ. ആ ഡിപ്പാർട്ട്മെന്റുകൾ അധികം വരുന്ന സ്റ്റാഫുകൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കും. എന്തിനായിരിക്കും? ഫോർ ഇന്റർചേഞ്ചിങ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് വിത്ത് ദ എക്സിസ്റ്റിംഗ് വേക്കൻസി. ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേക്കൻസിയെ ഫിൽ ചെയ്യാൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്റർചേഞ്ച് ചെയ്യാൻ,
മനസ്സിലായി? ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റിയാലും മതി. വേക്കൻസി ഫില്ല് ചെയ്യാൻ എല്ലാത്തിനും പുതിയ ആൾക്കാരെ കൊണ്ടുവരണം നിർബന്ധമുണ്ടോ? ഉണ്ടോ? ആലോചിച്ചൊക്കെ സെന്റൻസിൽ ഞാനിപ്പോ നിർത്തും. ബിക്കോസ് ടൈം ഈസ് എന്താ പറയാ ഓവർ. ഇവിടെ വരെ ആ ഒരു എക്സിസ്റ്റിംഗ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? കോ ഡിപ്പാർട്ട്മെന്റിൽ ഇഫ് ദർ ഈസ് സം എക്സസ് സ്റ്റാഫ്, അവിടെ എക്സസ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടോ എന്ന് നോക്കുന്നു. അതൊക്കെ വെരിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് ടീച്ചേഴ്സ് എന്താ പറയാ ഈ സ്റ്റാഫുകളൊക്കെ എംപ്ലോയീസിനൊക്കെ കൊണ്ടുവരാം. അതിന്റെ ഉദാഹരണമൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം. ബിക്കോസ് നിങ്ങളിവിടെ എന്താ പറയാ ഡിപ്ലോമ കോഴ്സ് പഠിച്ചപ്പോ ഇപ്പൊ ചില സമയത്ത് ചില ടീച്ചേഴ്സ് അവിടെ നിന്ന് പോയപ്പോ നമ്മൾ അവിടെ വേറെ ടീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ടു. നിലവിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടു. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോ ആ ടീച്ചേഴ്സിനെ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഒക്കെ നമ്മൾ അങ്ങനെയുള്ള അറേഞ്ച്മെന്റുകൾ വിതിൻ ദ ഓർഗനൈസേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം നിലവിലുള്ള വേക്കൻസി നമുക്ക് കവർ ചെയ്യാൻ ഫില്ല് ചെയ്യാനായിട്ട് വി ക്യാൻ ഓൾസോ യൂസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫില്ലിംഗ്. അങ്ങനെയുള്ള ഫില്ലിങ്ങും ഓർഗനൈസേഷൻസ് പല രീതിയിൽ നടത്തും. അങ്ങനെ പറ്റിയില്ല എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ? ഔട്ട്സൈഡിൽ നിന്ന് പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നുള്ളൂ? റിക്രൂട്ട്മെന്റ് നടത്തുന്നുള്ളൂ. ഓക്കെ. റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണേന്ന് ഒരു ഓർഗനൈസേഷനിൽ. ക്ലിയർ ആയോ? അവിടെ വരെ ഞാൻ എടുക്കുന്നുള്ളൂ. കുറച്ച് നിർത്താണ്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അപ്പൊ കുറെ സമയമായി പോകും നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത്. മനസ്സിലായോ ഇവിടെ വരെ? മനസ്സിലായോ? പറയുവേഗം. കുറച്ച് അധികം പോയി നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അപ്പൊ അവിടെ വരെയാണ് നിങ്ങൾ വായിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് വരണ്ടേ? മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നായാലും അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്. അപ്പൊ ആ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്തേക്ക്. ഓൾ ദ എക്സിസ്റ്റിംഗ് വേക്കൻസീസ് ബോത്ത് റുട്ടീൻ ആൻഡ് അർജന്റ് ഫ്യൂച്ചർ വേക്കൻസീസ് during expansion have to be notified to the HR manager or administrator in writing preferably. എന്താ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതി തന്നെ ചെയ്യുന്നതിനാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇതിനെ പ്രിസ്ക്രൈബ്ഡ് ഫോം മെയിൻറ്റെയിൻ ഇൻ ദ HR ഡിപ്പാർട്ട്മെന്റ് ആസ് പെർ HR മാനുവൽ. സെന്റൻസ് ഭയങ്കര വലുതാണ്. എങ്കിലും ഇതിനകത്ത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ ഞാൻ പറയുന്നത്. സെന്റൻസിന്റെ ലെങ്ത് കൂടുതലാണ്, പക്ഷെ അതിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതകളുണ്ട്. ഓക്കെ. അതിനുശേഷം അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് എന്താ പറയാ? ഫോർ കൺഫേമിംഗ് ഇറ്റ്സ് ജെന്യുനിറ്റി. ആ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് HRD ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇനീഷ്യേറ്റ്സ് ആൻ ഇന്റേണൽ ഓഡിറ്റ്. ആദ്യം ഒരു ഓഡിറ്റിംഗ് നടത്തുന്നു. അങ്ങനെ ആ ഓഡിറ്റിലൂടെ ബൈ വെരിഫൈങ് ദർ സിഗ്നേച്ചേഴ്സ് ഇൻ ദ ഫസ്റ്റ് ലെവൽ. ആദ്യമായിട്ട് ഫസ്റ്റ് ലെവലിൽ അവർ അതിന്റെ സിഗ്നേച്ചർ ഒക്കെ പരിശോധിക്കുന്നു. ഓക്കെ. അത് അണ്ടർലൈൻ ചെയ്യാം. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻടാക്ട്, അത് കൃത്യമാണ് ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ വേരിയസ് അതർ ഇന്ററാക്ഷൻസ് വിത്ത് കോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ടു കൺഫേം എനി എക്സസ്. അവരെന്ത് ചെയ്യുന്നു? കോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകളുമായിട്ട് ഒരു കൂടിക്കാഴ്ച, ഒരു ഇന്ററാക്ഷൻ ഒക്കെ നടത്തും. എന്നിട്ട് അവിടെ ഏതെങ്കിലും എക്സസ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ചേഞ്ചിങ് നടത്തി വേക്കൻസി ഫിൽ ചെയ്യുന്നു. ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻടാക്ട് മുതൽ എന്താ പറയാ അനദർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരെ അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? ഇത്രയും തന്നെ മനസ്സിലായില്ലേ? ഡൗട്ട് വല്ലതുണ്ടോ? നീ ഒന്ന് നന്നായിട്ട് ഒന്ന് മനസ്സിലേക്ക് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ സീ യു. ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പി ആയിട്ടിരിക്കണേ. നിങ്ങളുടെ ഹാപ്പിനെസ് നമുക്ക്